ഹായ് ഹലോ സുഖല്ലേ. ഇന്ന് നമുക്ക് ചീട ഉണ്ടാക്കാം, അല്ലെങ്കിൽ കളിയടയ്ക്കാന്നും പറയും. ചീടയും മധുരം ഇട്ടിട്ടും പിന്നെ മധുരം ഇടാതെ ഉപ്പും എരിവും അതൊക്കെ ഇട്ടിട്ടും ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അന്ന് പോയി കണ്ടു വെക്കൊണ്ട് കേട്ടോ. വരട്ടിയ ചക്ക വേണമെന്നില്ല കേട്ടോ, ചക്കച്ചുള കൊണ്ടും ഉണ്ടാക്കാം. മിക്സിയിലടിച്ചിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഞാൻ വരട്ടിയ ചക്ക 1 കപ്പ് എടുത്തിട്ടുണ്ട്, 250 ml. 3 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്, 250 ml തന്നെ. ഇത് വടിച്ചെടുത്തിട്ടുണ്ട്, ചക്ക ഞാൻ വടിച്ചിട്ടല്ല എടുത്തിട്ടുള്ളത് കേട്ടോ, കുറച്ച് കൂമ്പിയിട്ടാണ്. ഇനി ഇത് രണ്ടും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചക്ക വരട്ടിയപ്പോൾ അല്പം മധുരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മധുരമുണ്ട്, പക്ഷെ അത് പോരല്ലോ, അരിപ്പൊടി ഇട്ടതല്ലേ. ഒരു 3/4 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു. അതിനിടയിൽ 1 കപ്പ് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു ബ്രൗൺ നിറായിക്കോട്ടെ, കൂടുതലാവണ്ട, പാകത്തിന് മതി. 8 ഏലക്കേൻ്റെ തരി എടുത്തിട്ട് മിക്സിയിൽ പഞ്ചസാരയും കൂട്ടി പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങാക്കൊത്തും ഏലക്കാപ്പൊടിയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാവരും ഇട്ടുകൊണ്ട് കേട്ടോ. നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ലോണം കുഴച്ച് നല്ല മയം വരുത്തണം കേട്ടോ. നല്ല മാർദ്ദവെള്ള മാവായിരിക്കണം. പല ഷേപ്പിലും ഉരുട്ടി കാണിച്ചു തരാം കേട്ടോ. ആരെങ്കിലും ഉണ്ടാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അവനവൻ്റെ ഇഷ്ടത്തിനുണ്ടാക്കേ. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ ഉരുട്ടിയിട്ട് ബാളാക്കുക. അടുത്തത് ഒരു ബാളുണ്ടാക്കിയിട്ട് നമ്മൾ ഫോർക്കിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക, ഈ വീഡിയോയിൽ കാണിച്ച പോലെ. ഫോർക്കിൽ മാവ് പരത്തി വെച്ചിട്ട് മുന്നിന്ന് ബാക്കിക്കും ഇല്ലെങ്കിൽ ബാക്കിൽ നിന്ന് മുന്നിക്കും, ഏതാ സൗകര്യം പോലെ ചെയ്തെടുക്കാം കേട്ടോ. എങ്ങനെ എടുത്താലും ഒരേപോലെ ഷേപ്പ് കിട്ടും. നാളികേരക്കൊത്തിടുമ്പോഴേ നമ്മൾ ഉരുട്ടുമ്പോൾ ചെറുതായിട്ടൊക്കെ മുറി കിട്ടും, അതൊന്നും കുഴപ്പമില്ല. ഇത് ഉരുട്ടണ സമയത്ത് എൻ്റെ അമ്മ വന്നിരുന്നു കേട്ടോ. അമ്മയും കുറേ സഹായിച്ചു, പിന്നെ ഏട്ടനും കുറേ സഹായിച്ചു, ഹസ്ബൻഡ്. അതുകൊണ്ട് കുറേ ഉരുട്ടൽ വേഗം കഴിഞ്ഞു. കുറച്ച് മുന്നേ പത്രത്തിൻ്റെ ഒരു പേപ്പറിൽ ഒരു ഭാഗത്ത് ഈ പാചകത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയും. അങ്ങനെ ഞാൻ എടുത്ത് വെച്ചതാണ് ഈ ചക്കച്ചീട. അതിൽ ഈ നാളികേരക്കൊത്തിട്ടിട്ടുള്ളതാണ്. അതാണ് ഞാൻ അതെന്നെ കാണിക്കാൻ വിചാരിച്ചത്. അടുത്ത രീതി അമ്മ പറഞ്ഞിട്ടുണ്ടാക്കിയതാട്ടോ. ഒരു ബിസ്ക്കറ്റില്ലേ, ആ ബിസ്ക്കറ്റിൻ്റെ പോലെ. അങ്ങനെ മാവിൽ ഒരു 3/4 ഭാഗത്തിൻ്റെ മീതെ ഞങ്ങൾ ഷേപ്പ് ചെയ്ത് വെച്ചു കേട്ടോ. ഷേപ്പ് ചെയ്ത് വെച്ച ചീടയൊക്കെ ഇനി വറുത്തെടുക്കണ്ടേ. ഇങ്ങനെ ഒന്നും മുട്ടാതെ കേട്ടിട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ചീടയും എനിക്ക് തോന്നിയത് എങ്ങനെ അറിയോ, അപ്പം കഴിച്ചപ്പോഴും ടേസ്റ്റ് ഉണ്ട്, പക്ഷെ 2-3-4 ദിവസം കഴിഞ്ഞിട്ട് അത് കഴിക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റ്. മറ്റേ ചെറിയൊരു ഒട്ടലൊക്കെ തോന്നുമല്ലോ ആ ചൂടോടൊക്കെ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരാഴ്ചേൻ്റെ മേലേക്ക് ഇരിക്കും കേട്ടോ. പിന്നെ അതിന് മാത്രം ഇല്ലല്ലോ. ബാക്കി കുറച്ച് മാവ് എടുത്ത് വെച്ചിരുന്നു, അതിങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ പ്രത്യേക ഷേപ്പൊന്നും ആക്കാതെ, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാലും മതി. എന്നാൽ ചീടകളൊക്കെ വറുത്തെടുക്കട്ടെ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.